കഴിഞ്ഞ 5 വർഷമായി വർഷാവസാനങ്ങളിൽ മലയാള സിനിമയിൽ റിലീസ് ചെയ്ത വിജയപരാജയ ചിത്രങ്ങളെക്കുറിച്ചാണ് ഗോസിപ്പ് ബസാർ ഇവിടെ പറയാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ക്രിസ്തുമസിന് തിയേറ്ററുകളിൽ മികച്ച വിജയം നേടിയ ചിത്രങ്ങളാണ് ചാർലി, ടു കൺട്രീസ്, അടികപ്പ്യാരെ കൂട്ടമണി. ദിലീപിന്റെ ടു കൺട്രീസ്, ദുൽഖറിന്റെ ചാർലി തുടങ്ങിയവ ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടി. ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അടികപ്പ്യാരെ കൂട്ടമണി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിരുന്നു. 2014 പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയ ഒരു വർഷമാണ് 2014. സൂപ്പർ സ്റ്റാറുകളുടെ ഒരു ചിത്രം പോലും തിയേറ്ററുകളിൽ എത്താതിരുന്ന ഒരു വർഷം കൂടിയായിരുന്നു. വൈശാഖിന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബനും ഇന്ദ്രജിത്തും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച കസിൻസ് ആവറേജ് വിജയം നേടി. 2013 മലയാള സിനിമയിൽ ചരിത്ര വിജയം ഉണ്ടാക്കിയ വർഷമാണ് 2013. ക്രിസ്തുമസ് ചിത്രമായി തിയേറ്ററുകളിൽ എത്തിയ ജിത്തു ജോസഫിന്റെ ദൃശ്യം അതുവരെ മലയാളത്തിൽ ഉണ്ടായിരുന്ന ബോക്സ് ഓഫീസ് കളക്ഷൻ തകർത്ത ചിത്രം കൂടിയാണ്. ഒരു ഇന്ത്യൻ പ്രണയകഥ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചു. എന്നാൽ ക്രിസ്തുമസ് ചിത്രമായി എത്തിയ ലാൽ ജോസിന്റെ 7 സുന്ദരരാത്രികൾ പരാജയപ്പെട്ടു. 2012 സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ചിത്രങ്ങൾ ഒരേ സമയത്ത് ഇറങ്ങിയ വർഷമാണ് 2012. ബാവൂട്ടിയുടെ നാമത്തിലും കർമ്മയോധയും ആഷിഖ് അബുവിന്റെ ഡാ തടിയ, ബി ഉണ്ണികൃഷ്ണന്റെ ഐ ലവ് മീ എന്ന ചിത്രങ്ങളും ആ വർഷം ക്രിസ്തുമസിന് എത്തിയതാണ്. ഡാ തടിയയും ബാവൂട്ടിയുടെ നാമത്തിൽ എന്നീ 2 ചിത്രങ്ങളാണ് തിയേറ്ററുകളിൽ വിജയം നേടിയത്. 2011 പ്രേക്ഷകർക്ക് നിരാശ സമ്മാനിച്ച വർഷമായിരുന്നു 2011. സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തിയെങ്കിലും ആവറേജ് പടം എന്ന ലെവലിൽ ഒതുങ്ങി. ദിലീപും കാവ്യയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച വെള്ളരിപ്രാവിന്റെ ചങ്ങാതിയാണ് മറ്റൊരു ബിഗ് റിലീസ് ചിത്രം. ഗോസിപ്പ് ബസാർ. കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോസിപ്പ് ബസാർ.